Hi dears, welcome back to Mr. and Mrs. Chef channel. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു വെർമിസെല്ലി പായസം തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ല ചൂടാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് അളവിൽ കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കൂടുതൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 എണ്ണം മാത്രമേ ഇടുന്നുള്ളൂ. കാഷ്യൂ ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് റേസിൻസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ടേബിൾ സ്പൂൺ റേസിൻസാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ട് കുറക്കൊക്കെ ചെയ്യാം. അതും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തവ നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. 2 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമിനടുത്ത് വരും. ഇത് നമുക്ക് ഈ നെയ്യിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. റോസ്റ്റായി വന്ന വെർമിസെല്ലിയിലേക്ക് നമുക്കൊരു 5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് പാൽ മാത്രം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഈ വെർമിസെല്ലി ഇതിനകത്ത് കിടന്ന് വേവുന്ന വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. ഈ പാലൊന്ന് തിളച്ച് വെർമിസെല്ലി ഇതിൽ കിടന്നിങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര ഇതിൽ നന്നായിട്ട് അലിഞ്ഞ് ചേരാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ചെറുതീയിൽ കിടന്ന് ഈ പഞ്ചസാര ഇതിലങ്ങ് അലിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർക്കാം. അല്ലെങ്കിൽ ഒരു 5-6 ഏലക്ക നന്നായി പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് ഒരു 2 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏലക്കയുടെ ഫ്ലേവറൊക്കെ ഈ പായസത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ റേസിൻസും കാഷ്യൂം കൊണ്ട് നമ്മുടെ വെർമിസെല്ലി പായസം ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സിമ്പിളായിട്ടുള്ള വെർമിസെല്ലി പായസം ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.